എല്ലാവർക്കും നമസ്കാരം. സൈനോന്റെ നീറ്റ് UG കൗൺസിലിംഗിന്റെ മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. NRI കാൻഡിഡേറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ckerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. NRI രേഖകളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എപ്പോഴാണ് എന്നൊക്കെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. 2026-27 അധ്യയന വർഷങ്ങളിൽ മെഡിക്കൽ MBBS BDS കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച NRI ക്ലെയിം ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവരവരുടെ രേഖകൾ പരിശോധിക്കുവാനും അപേക്ഷയിൽ ന്യൂനതകൾ ഉള്ള പക്ഷം അത് കറക്റ്റ് ചെയ്യാനുമായിട്ടാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 22/8/2026 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ എന്താണ് പറയുന്നത് നോക്കാം. കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ അവരവരുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നോക്കിക്കേ, ലോഗിൻ ചെയ്യുമ്പോൾ അപേക്ഷകൻ്റെ പ്രൊഫൈൽ പേജ് കാണാനായിട്ട് പറ്റും. അപേക്ഷകരുടെ പ്രൊഫൈൽ പേജിൽ അപേക്ഷയിൽ അനുവദിച്ചിട്ടുള്ള NRI സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. NRI രേഖകളിൽ ന്യൂനത ഉള്ള പക്ഷം പ്രൊഫൈൽ പേജിൽ ലഭ്യമായ മെമോ ഡീറ്റെയിൽസ് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂനതകൾ സംബന്ധിച്ചിട്ടുള്ള വിവരം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാൻ സാധിക്കും. അതായത് നമ്മുടെ പ്രൊഫൈൽ പേജ് ഉണ്ടല്ലോ, ആ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ NRI കാൻഡിഡേറ്റ്സ്, യോഗ്യത നേടിയ NRI കാൻഡിഡേറ്റ്സിന് അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ മെമോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ ന്യൂനത എന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം എന്ത് ചെയ്യുക, അത് പരിഹരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ടുള്ള നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അവസാന ഡേറ്റ് ആണ് ഈ 22/8/2026 5 മണി വരെ. പിന്നെ എന്താണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ന്യൂനതകൾ പരിഹരിച്ചതിന് ശേഷം രേഖകൾ അപേക്ഷകൻ ഓൺലൈനായി തന്നെ 22/8/2026 5 മണിക്ക് മുൻപായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ന്യൂനതകൾ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഈ 22-ാം തീയതി 5 മണിക്ക് മുൻപ് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് ഒരു അവസരം നൽകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഡേറ്റ്, നമ്മുടെ കട്ട് ഓഫ് അല്ലേ, ഡെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, 22/8/2026 5 മണി വരെ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വിചാരിക്കുകയാണ് 23-ാം തീയതി ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ച് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പറ്റത്തില്ല. കറക്റ്റ് നിങ്ങൾക്ക് എന്താണ് ആ ന്യൂനതകൾ ഉള്ളത് അത് പരിഹരിക്കേണ്ട അവസാന ഡെഡ് ലൈൻ അതായത് ഈ മാസം 22/8/2026 5 മണി വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അവസരം നൽകത്തില്ല എന്ന് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നെ അനുബന്ധിത രേഖകളോ സർട്ടിഫിക്കറ്റിലോ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതായിട്ടില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റോ വേറെ എന്തെങ്കിലും തന്നെ നിങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട എന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം സംസാരിച്ച് ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനോട്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ.